എന്തൊക്കെയായി മകരവിളക്കൊരുക്കങ്ങൾ, സന്നിധാനത്ത് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഏജെ? സേതു, ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി സന്നിധാനത്തുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച സന്നിധാനത്തെ ആ കാഴ്ചകളും സന്നിധാനത്തെ ആ ഒരു അനുഭവവും ഒക്കെ വളരെയേറെ സന്തോഷം നൽകുന്നതായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സന്നിധാനത്തെ ഓരോരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ മുക്കുമൂലയിലും പോയി അവിടെയുള്ള അയ്യപ്പ ഭക്തന്മാരുമായി സംസാരിക്കുന്നു, അവിടുത്തെയുള്ള കാഴ്ചകൾ കാണുന്നു. അതൊക്കെ മനസ്സിന് വലിയൊരു സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരുന്നു. ഇനി നാളെയാണ് ആ കാത്തിരുന്ന മകരജ്യോതി, ദിവ്യജ്യോതി തെളിയാനുള്ള ദിവസം. സന്നിധാനം മുഴുവൻ കാത്തിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുമുണ്ട്. സന്നിധാനം തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോരോ ദൃശ്യങ്ങൾ കാണുമ്പോഴും അതിന്റെ ഓരോ ഘട്ടത്തിലും ആ ദൃശ്യങ്ങളിലെ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിലെ ഒരു ഭക്തി നിർഭരമായ അതിന്റെ ഒരു പൂർണ്ണത അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമ്മളിപ്പോൾ കണ്ട ആ ദൃശ്യങ്ങളിലും അത് സമ്പൂർണ്ണമായിരുന്നു. നമ്മൾക്ക് വേണ്ടി ആ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറ ചീഫ് ബിജുവേട്ടൻ. ഇപ്പോൾ ബിജുവേട്ടൻ നമ്മളൊപ്പം തത്സമയം റിപ്പോർട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ബിജുവേട്ട, ഇന്നലെയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിയത്. എന്തോ നീ കാഴ്ച ഗംഭീരമായിരുന്നല്ലേ? കാഴ്ച ശാംശരണം. ഞാൻ എന്റെ കൊച്ചിലെ തൊട്ട് ഞാൻ ശബരിമല വരാറുള്ളതാണ്. എത്രാമത്തെ തവണയാണ് ഇപ്പോൾ വരുന്നത്? അതിപ്പം കറക്റ്റായിട്ടൊരു എണ്ണം എന്നുള്ളൊരു സംഭവമില്ല. ഞാൻ എൻ്റെ ഒരു 6ാമത്തെ വയസ്സ് തൊട്ടോളം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1ഉം 2ഉം എല്ലാ മാസങ്ങളും വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 98 മുതൽ ഈ മകരവിളക്ക് ലൈവ് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എല്ലാ കൊല്ലവും ഈ 2-3 കൊല്ലങ്ങൾ സ്കിപ്പായതല്ലാതെ ബാക്കി എല്ലാ പ്രാവശ്യവും മകരവിളക്ക് ഞാനിവിടെ ഉണ്ടാവും. നമ്മളൊരു ക്യാമറമാൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, അതായത് ഈ സന്നിധാനത്ത് പ്രത്യേകിച്ച് ഈ മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളൊക്കെ ദൃശ്യങ്ങളിലും ഒരു അതിന്റെ ഒരു പൂർണ്ണത കാണാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് മേളിലാണ് അതിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്ന സംഭവം. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇന്നലെ മല കയറുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണപ്പെട്ട കാഴ്ച, പക്ഷെ അത് ഓരോ തവണ വരുമ്പോഴും അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഒരു സംഭവം. അതിന് ഈ നമ്മുടെ കയറി വരുന്ന പാതകൾക്ക് മാറ്റം ഉണ്ടെങ്കിലും ഈ വരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടും അവരുടെ ഒരു രീതിയും അവരുടെ ഒരു ഭക്തിപരമായിട്ടുള്ള മൂവ്മെന്റ്സും ഇതെല്ലാം അതിനിതുവരെയായിട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വരുന്നതിന് കുറെ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവിടെ ഒരു ഡെവലപ്മെന്റ്സിന്റെ സംഭവത്തിന് അതിൻ്റെതായ ഭാഗത്തിലുള്ള ഒരു കുറെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ലുക്ക് ആൻഡ് വരുന്ന ആൾക്കാരുടെ ഒരു 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 എന്തുവാ അയ്യപ്പ ഒരു സാന്നിധ്യത്തിന്റെ ആ വരവിന് ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. 18ാം കയറുന്ന ആ സമയത്തുള്ള അവരുടെ ഒരു മനസ്സിലാ ഒരു ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമുക്കത് കാണാൻ പറ്റാറുണ്ട്. നാളെയാണ് മകരവിളക്ക്. മാതൃഭൂമി ന്യൂസ് സംഘം സജ്ജമാണ്. മകരവിളക്കിന്റെ ആ ഓരോ നിമിഷവും ഭക്തരിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി അല്ലെ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിപുലീകരിച്ചാണ് ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളതല്ല, മൊത്തം ജനങ്ങളെയും നമ്മൾ ഇത് കാണിക്കുക. മാതൃഭൂമി ന്യൂസ് കാണുന്ന ആൾക്കാർ മൊത്തം ഇത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സേതു, അങ്ങനെയാണ് നാളെ മകരവിളക്ക് ദർശനത്തിനായി ആ മകരവിളക്ക് ദർശനത്തിന്റെ ഓരോ നിമിഷങ്ങളും ഭക്തിസാന്ദ്രമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ് സന്നിധാനത്ത് നിന്ന് സജ്ജമാണ്. സേതു.